മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് 5-ന്റെ 11ാമത്തെ യൂണിറ്റ് സംഖ്യകൾക്കൊപ്പം വിതിൻ നമ്പേഴ്സ് എന്ന് പറയുന്നതിലെ ചില ഭാഗങ്ങൾ, അതിലൊന്നാം ഭാഗം നമ്മൾ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാ കുട്ടികളും അത് കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. അതിന് തുടർച്ചയായിട്ടുള്ള ചെറിയ ഒരു ഭാഗമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ എല്ലാ കുട്ടികളും കണ്ടിരിക്കണം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിട്ടില്ല, പാർട്ട് 1-ൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മൾക്കറിയാം, ഇപ്പോൾ 12 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 × 3 ആണ്. 4 × 3 ആണ് 12. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും 12 ÷ 4 ആണ്, 12 ÷ 3 ആണ്. കറക്റ്റ്. 12-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 12-നെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം 4 എന്ന് പറയുന്നത് 12-ന്റെ ഒരു ഘടകമാണ്. 4 ഈസ് ദ ഫാക്ടർ ഓഫ് 12. എപ്പോഴാണ് ഈ ഫാക്ടർ ആവുക? ഒരു വലിയ നമ്പറിനെ ഒരു ചെറിയ നമ്പർ കൊണ്ട് കൃത്യമായിട്ട് ഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, എക്സാക്ട്ലി ഡിവിസിബിൾ ആണെങ്കിൽ നമ്മൾ പറയും ചെറിയ നമ്പറിനെയാണ് പറയുക ഫാക്ടർ എന്ന് പറയും. ഓക്കെ, അപ്പൊ 12-ന്റെ ഒരു ഫാക്ടർ ആണ് 4, 12-ന്റെ ഒരു ഫാക്ടർ ആണ് 3. 4 is the factor of 12 and 3 is also the factor of 12. ഓക്കെ, ഇതാണ് പറഞ്ഞ ഒരു കാര്യം. പിന്നെ രണ്ടാമതൊരു കാര്യം, 12 = 4 × 3 എന്ന് എഴുതുന്നുണ്ടെങ്കിൽ 4 3-യും നോക്കിക്കോ, 4-ന്റെ മൾട്ടിപ്പിൾ ആയി വരും 12 വരും. അപ്പൊ 12 is the multiple of 4, 12 is the multiple of 3. മലയാളത്തിൽ പറഞ്ഞാൽ 4-ന്റെ ഗുണിതമാണ് 12. കാരണം 4 1 4 2 4 3, 4 1 4 2 4 3 4 3 12, 4 3 12 ആണ്. അതുകൊണ്ട് 4-ന്റെ മൾട്ടിപ്പിൾ ആണ് 12, 3-ന്റെ മൾട്ടിപ്പിൾ ആണ് 12 എന്നും കൂടെ പറയും. അതായത് 2-ന് മൾട്ടിപ്പിൾ ചെയ്താൽ വലിയത് മൾട്ടിപ്പിൾ ആണ്, ചെറിയ നമ്പർ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, ഈ പറഞ്ഞ ചെറിയൊരു ഐഡിയ മനസ്സിലിട്ട് വെക്കുക. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്നത് അതിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഈസിയിൽ 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. അതായത് 12 15 മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? 12 എന്ന് എഴുതിയിട്ട് നിങ്ങൾ 15 എന്ന് എഴുതിയിട്ട് 5-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 5-നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 1-നെ 5 2 10, ബാക്കിയുടെ 1 എഴുതും, 5 1 5 1 6, 1 2 2 ഇവിടെ എഴുതും, 1 1 1 എഴുതും, 2 കൂടെ നിങ്ങൾ കൂട്ടും, 0 6 2 8 1. ഈ തരത്തിലാണ് എഴുതുക. ഇങ്ങനെ ചെയ്യാതെ നമുക്ക് ഇത് എങ്ങനെ ഘടകങ്ങൾ ഉപയോഗിച്ച്, ഫാക്ടർ ഉപയോഗിച്ച് ചെയ്യാന്നാണ് പറയാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇതിലത്തെ ഒരു നമ്പറിന്, പ്രത്യേകിച്ച് ഇരട്ട, ഇത് ഡബിൾ ഇരട്ട അല്ലെ, ഈവൺ നമ്പർ അല്ലേ ഇത്, ഇതിനെ ഘടകമാക്കണം. അപ്പൊ 12-നെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 2 × 6 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 12 × 15 ആണല്ലോ നമ്മുടെ ചോദ്യം. അപ്പൊ 12 × 15-നെ എങ്ങനെ എഴുതാം? 12 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 6 × 15. ഡൗട്ട് ഇല്ലല്ലോ? 12-നെ എഴുതുന്നത്, 12 × 15-നെ എഴുതുന്നത് 12-നെ 2 × 6 × 15. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ, 6 × 2 × 15 എന്ന് എഴുതാം. 6 × 2 × 15. അപ്പൊ 2 × 15 എന്ന് പറഞ്ഞാൽ എത്രയാ? ഏതൊരു ശ്രദ്ധിക്കുക നിങ്ങള്, ഏതൊരു നമ്പറിനെയും 2 കൊണ്ട് ഗുണിക്കുന്നുണ്ടെങ്കിൽ 3-നെ 2 കൊണ്ട് ഗുണിച്ചു, അപ്പൊ അതിന്റെ 3-ന്റെ ഡബിൾ ആണ്, ഇരട്ടിയാണ് ഉത്തരം വരിക. അപ്പൊ 2-നെ 7 കൊണ്ട് ഗുണിച്ചു, അപ്പൊ 7-ന്റെ ഇരട്ടി 14 ഉത്തരം വരിക. അപ്പൊ നിങ്ങൾക്കൊരു ധാരണയിൽ എത്താൻ പറ്റും, ഏത് നമ്പറിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ നമ്പറിന്റെ ഇരട്ടി, ഡബിൾ, 2 ടൈംസ് എഴുതിയാൽ മതി. അപ്പൊ 2 × 15 പറഞ്ഞാൽ എന്താ അർത്ഥം? 15-ന്റെ 2 ടൈംസ്, 15-ന്റെ ഇരട്ടി. 15-ന്റെ ഇരട്ടി നിങ്ങൾക്ക് അറിയാലോ, 30. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 × ഇതിന് പകരം എത്ര എഴുതാം? 30 എന്ന് എഴുതാം. 6 × 30 ഈസി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം എന്താ? 6-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര കിട്ടും? 18 കിട്ടും. അതിനുശേഷം ഈ 0 ചേർത്താൽ മതി.
അപ്പൊ 6 × 30 എത്ര? 180. അപ്പൊ ഒരു നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0 ഉണ്ടെങ്കിൽ 0 നോക്കാതെ മറ്റേ നമ്പർ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും, ഗുണിച്ചിട്ട് ആ 0 അങ്ങ് ചേർത്ത് കൊടുത്ത ഉത്തരായി. ഉദാഹരണം നോക്ക്, 7 × 20 എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്നത് 7ന്റെ 2 കൊണ്ട് ഗുണിച്ചു 14, പിന്നെ ഈ 0 അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, 0 ഉണ്ടായി കഴിഞ്ഞാൽ ടെൻഷനേ വേണ്ട. അപ്പൊ എത്രയായി? 150. അപ്പൊ ഇങ്ങനെ എഴുതാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈ ഉത്തരത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റി. അപ്പൊ ചില കുട്ടികൾ ചോദിക്കുന്നുണ്ടാവും, സാറേ ഈ 2 × 6 × 15 എന്ന് എഴുതിയത് സാറ് 6 × 2 × 15 എന്ന് എഴുതിയല്ലോ, അങ്ങനെ എഴുതണമെന്നുണ്ടോ? ഇല്ല, ഈടുന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 × 15 പകരം എത്ര എഴുതാം? 30 എന്ന് എഴുതാം, × 6 എന്ന് എഴുതാം. ഈ സ്റ്റെപ്പ് വേണം നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓക്കെ, ഈ 2ഉം 15ഉം അടുത്തടുത്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതെന്തായി മാറി? ഘടകങ്ങളാക്കി എഴുതി, ഒരു നമ്പറിനെ ഘടകമാക്കി എഴുതിയിട്ട് എന്ത് ചെയ്തു? ഗുണിച്ച് ചെയ്തു. അപ്പൊ ഈ ഉത്തരായല്ലോ. ഇനി 18 × 16 നമുക്ക് നോക്കാം. 18 × 16 ആണ്. 16 നിങ്ങൾക്ക് എങ്ങനെ അറിയാം? 2 × 8. 16 എങ്ങനെ എഴുതി? 2 × 8. അപ്പൊ 18 × 2 എത്ര വരും? വേണ്ട, 2 × 8. 8നെ എങ്ങനെ എഴുതാം? 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 8നെ 4 × 2. 4നെ എങ്ങനെ എഴുതാം? നോക്ക്, 4നെ എങ്ങനെ എഴുതാം? 2 × 2, പിന്നെ ആടി ഉണ്ടായ 2. അപ്പൊ 8നെ എങ്ങനെ എഴുതി? 2 2 2. അപ്പൊ ഇവിടെ എന്ത് വരും? 18 × ഈ 2 × എത്ര? 2. 8 എന്ന് പറഞ്ഞാൽ എത്ര? 2. 3 2കൾ ഗുണിച്ചാൽ. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. 2 2 4, 4 2 8, 8 2 16. കറക്റ്റ് അല്ലേ? അപ്പൊ അത് 4 2കളെ തിരക്ക് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഗുണിച്ചാൽ നമുക്ക് 16 കിട്ടും. കറക്റ്റ് ആണ്. അതെന്തിനാ ഇങ്ങനെ എഴുതുന്നത് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 18നെ 2 കൊണ്ട് ഗുണിച്ചാല്, ഇങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഏത് നമ്പറിനെയും 2 കൊണ്ട് ഗുണിക്കുന്നുണ്ടെങ്കിൽ മറ്റേ നമ്പറിന്റെ ആ ഗുണിക്കുന്ന ആ നമ്പറിന്റെ ഡബിൾ എഴുതണം. അപ്പൊ 18നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 36. അപ്പൊ എന്ത് കിട്ടും? ഈ 36നെ ഈ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 72. കാരണം 36ന്റെ ഇരട്ടി എത്ര? 72. ഇരട്ടിന്ന് അറിയാത്ത കുട്ടികൾ എന്ത് ചെയ്താൽ മതി? 36ന്റെ കൂടെ 36 കൂട്ടിയാൽ മതി. ഒരു നമ്പർ അതിന്റെ കൂടെ തന്നെ ചേരുമ്പോഴാണ് അതിനെ ഇരട്ടി അല്ലെങ്കിൽ ഡബിള്, 2 ടൈംസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. 6 6 12, ബാക്കി 1, 3 3 6 1 7. കറക്റ്റ്. ഓക്കെ, അപ്പൊ 72. ആ 72നെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കും. അപ്പൊ 72ന്റെ ഇരട്ടി 144. 144നെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ അതിന്റെ ഉത്തരം എത്ര കിട്ടും? 288 എന്നുള്ള ഉത്തരം കിട്ടും. ഉത്തരം 288. അപ്പൊ 18 × 16 എന്ന് പറയുന്നതിന്റെ ഉത്തരം എത്രയായി? 288 എന്തുകൊണ്ടാണ് അങ്ങനെ വരേണ്ട? കാരണം 16നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? 2 × 8. 8നെ എങ്ങനെ എഴുതാൻ പറ്റി? 2 2 2. അപ്പൊ എത്ര 2കളാ 18 കൊണ്ട് ഗുണിക്കുന്നു? ഈ 4 2കളാ. അപ്പൊ ഈ 18ന്റെ 4 ഇരട്ടി ഇങ്ങനെ എഴുതി 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 പോയാൽ എന്തായി? ഇതിന്റെ ഉത്തരായി. അപ്പൊ ആൻസർ 288. ഇവിടെയും എന്താ ചെയ്തത്? 16നെ നമ്മൾ ഘടകങ്ങളാക്കിയിട്ടാണ് എഴുതിയത്. അപ്പൊ ചില കുട്ടികൾ വിചാരിക്കും, സാർ ഈ 16നെ എഴുതുന്നതിന് പകരം ഈ 18നെ എഴുതിക്കൂടെ? അങ്ങനെ ഒരു ഡൗട്ട് വരാം. ഓക്കെ, ഇത് അധ്യാപകര് ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം. 18നെ എഴുതുമ്പോ എന്താ സംഭവം എന്നറിയോ? നമുക്ക് 2 × 9 എന്ന് എഴുതാം, × 16 എന്ന് എഴുതാം. പക്ഷെ അതിനെ കൊണ്ട് നമുക്ക് നേട്ടമില്ല. എന്താ കാരണം? ഈ 2ഉം 16ഉം കൂടെ ഗുണിച്ച് നമുക്ക് 32 കിട്ടും. 32നെ പിന്നെ 9 കൊണ്ട് ഗുണിക്കണം. 32നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 9 കൊണ്ട് ഗുണിക്കാൻ വയ്യ. ഓക്കെ, അവർക്ക് എങ്ങനെയുള്ളത് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. 2 കൊണ്ട് അവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. കൂടാതെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? 7 × 20.
6 ഇൻറ്റു 30, 5 ഇൻറ്റു 50 എന്ന മോഡലുള്ളത് മാത്രമേ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ തരത്തിലുള്ളത് കുട്ടികൾക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റില്ല. അവർ സ്കൂളിൽ പഠിച്ച മറ്റേ രീതിയിൽ ചെയ്യാം, പക്ഷെ അങ്ങനെ ചെയ്യുന്നതല്ല ഈ കണക്ക്. 32 ഇൻറ്റു 9 നമ്മൾ ബോക്സ് ആക്കി ചെയ്യില്ലേ, 30 + 2 പിന്നെ 9 എന്നൊക്കെ പറഞ്ഞിട്ട് കുടിച്ച് എഴുതുന്നില്ലേ. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്നതല്ല ഇത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 18നെ മാറ്റാതെ ഈ 16നെ മാറ്റിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി ആ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. പേജ് നമ്പർ 130 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മോഡലിൽ ചെയ്യാം. നമുക്കത് എങ്ങനെ ഈസി ആയി ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 12 ഇൻറ്റു 25 ഒന്നാമത്തെ ചോദ്യം. 12നെ നമുക്ക് എങ്ങനെ എഴുതാം, 6 ഇൻറ്റു 2 ഇൻറ്റു 25. അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ സൈഡിൽ എഴുതി തരാം. 12 എന്ന് പറഞ്ഞാല് 6 ഇൻറ്റു 2. അപ്പൊ ക്ലിയർ ആയല്ലോ. 12നെ മാറ്റി 6 ഇൻറ്റു 2 ഇരട്ട നമ്പറിൽ തന്നെ പരമാവധി മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ, 6 ഇൻറ്റു 2 ഇരട്ട എന്ന് പറയുന്നത് തന്നെ ഇരട്ട, അത് ഒറ്റയല്ലേ. 6 ഇൻറ്റു 2 ഇൻറ്റു 25. അപ്പൊ ഇതിൽ നമുക്ക് 2 ഇൻറ്റു 25 കണ്ടില്ലേ, 2 ഇൻറ്റു 25 എത്ര, 50. അപ്പൊ 6 ഇൻറ്റു 50 എന്ന് എഴുതാം. കാരണം എന്താ, 2 ഇൻറ്റു 25 എത്രയാണ്, 50 ആണ്. ഓക്കെ, 6 ഇൻറ്റു 50. 6 ഇൻറ്റു 50 ഈസി ആണല്ലോ. കാരണം എന്താ, 6 5 എത്രയാണ്, 30 ആണ്. അപ്പൊ അതിന്റെ കൂടെ 0 ഇട്ടാൽ മതി. അപ്പൊ സിമ്പിൾ ആയി. 6 5 30. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പട്ടിക പഠിച്ചിട്ടുണ്ടല്ലോ. 6 5 30. അപ്പൊ ആൻസർ 300. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 35നെ മാറ്റണം, 18നെ മാറ്റണം. 35നെ മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക, 5 ഇൻറ്റു 7 ഇൻറ്റു 18 എന്നാ വരിക. ഇതിനെ കൊണ്ട് നമുക്ക് എന്താണ് നേട്ടൂല് നോക്കിയാൽ, 7നെ 18 കൊണ്ട് നമുക്കാവില്ല, 5നെ 18 കൊണ്ട് നമുക്കറിയില്ല. അപ്പൊ 35നെ മാറ്റിക്കൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ആരെ മാറ്റാം, 35നെ നമ്മൾ അങ്ങനെ നിർത്തുക. എന്നിട്ട് ഇരട്ട നമ്പർ ആയിട്ടില്ല 18ന 2 ഇൻറ്റു 9. എന്താ കാരണം, 18 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ഇൻറ്റു 9 ആണ്. അപ്പൊ അത് കറക്റ്റ് ആയി. 35നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ, കാരണം ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതന്നെയാണ് കിട്ടുക. അപ്പൊ ഈ 2നെ 35, 2നെ 35 കൊണ്ട് നോക്കിക്കോണെ ഇതിന്റെ ഇരട്ടി എഴുതണം. വലുതിന്റെ ഇരട്ടി, വലുതിന്റെ ഇരട്ടി. ഇത് വലുത് ഇതല്ലേ, ഇതിന്റെ ഡബിൾ എത്ര, അത് 70 ഇൻറ്റു ബാക്കിയുടെ എത്രയുണ്ട്, 9. 70 ഇൻറ്റു 9 ഈസിയാണ്. കാരണം എന്താ, 7നെ 9 കൊണ്ട് ഗുണിക്ക്, 7 9 7 9 നമുക്ക് കിട്ടും 63. 7 ഇൻറ്റു 9 63. ഓക്കെ, അപ്പൊ ആൻസർ 630. ഇവിടെ ഒരു 0 ഉണ്ട്, അതുകൊണ്ട് എഴുതി. ഓക്കെ, ഈ ക്ലാസ് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, 630. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 125 ഇൻറ്റു 8. 125 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ ഇതല്ലേ ഇരട്ട എന്നതല്ലേ, ഇത് നമുക്ക് മാറ്റാം. 8നെ നമുക്ക് എങ്ങനെ എഴുതാം, 8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ഇൻറ്റു 2 ആണ്. 4നെ എങ്ങനെ എഴുതാം, 2 ഇൻറ്റു 2 ഇൻറ്റു 2. 4 എന്ന് പറഞ്ഞാൽ 2 2 ഇൻറ്റു 2. അപ്പൊ 125 ഇൻറ്റു 8 നമുക്ക് എങ്ങനെ എഴുതാം, 125 ഇൻറ്റു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 2 2 2. എത്ര 2 ഉണ്ടോ അത്രയും 2 എഴുതും. എന്താ 2 കൊണ്ട് ഇങ്ങനെ എഴുതുന്ന കാരണം, 2 കൊണ്ട് എഴുതിയാൽ ഇതിന്റെ ഡബിൾ എടുത്താൽ മതി, ഇതിന്റെ ഡബിൾ എടുത്താൽ മതി. അപ്പൊ 125 2 ആദ്യം എഴുതി, ഈ ഒരു 2 എടുത്തു. അപ്പൊ 125ന്റെ ഡബിൾ എത്ര, 250. അപ്പൊ നമുക്ക് എന്താ ശരിക്കും വരുന്നത്, ബാക്കി എന്താ വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലായില്ലേ, ഇത് 250 ആയി, ഇത് 2 2. ഇത് 2 കൂടെ എടുക്കാം. അപ്പൊ എത്ര കിട്ടും, 250ന്റെ ഡബിൾ എത്ര, 500. പിന്നെ ഇൻറ്റു എത്ര, 2. 500 ഇൻറ്റു 2, 500ന്റെ ഡബിൾ എത്ര, 1000. അപ്പൊ നമുക്ക് ആൻസർ ആയില്ലേ. ഒരു പ്രശ്നമില്ല, മനസ്സ് തന്നെ മുഴുവൻ ചെയ്തിട്ട് നമുക്ക് കിട്ടും. സിമ്പിൾ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 125 ഇൻറ്റു 24. 125 ഇൻറ്റു 24 എന്ന് പറയുന്നത് ഞാൻ വായിക്കുന്നത്. ഓക്കെ, 125 ഇൻറ്റു 24 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 125 ഇൻറ്റു ഇങ്ങനെ 24നെ എങ്ങനെ എഴുതാം, 3 ഇൻറ്റു 8 അല്ലെങ്കിൽ 8 ഇൻറ്റു 3. ഓക്കെ, ഈ 8നെ എങ്ങനെ, 3 8 24 ആണല്ലോ. അപ്പൊ 125 ഇൻറ്റു 3 ഇൻറ്റു 8നെ എങ്ങനെ എഴുതാം, നേരത്തെ എഴുതിയ 8ന്റെ ഓർമ്മയുണ്ടാ, 2 2 2. ഓക്കെ, 8 2 2 2. നേരത്തെ എഴുതി നമ്മൾ 8നെ 2 2 2.
8 സമം 2 2 2 2 2 4 4 2 8 ഇതൊന്ന് പഠിച്ചു വെക്കണേ. 8ന്റെ ഒന്ന് പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി നോക്കിയാൽ ഈ 123നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് കേട്ടോ. 125നെ 2 കൊണ്ട് ചെയ്യാം. ഈ 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 250 ഇൻറ്റു നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 3. ഈ 3നെ ലാസ്റ്റിൽ കുടിച്ചു കേട്ടോ. ലാസ്റ്റിൽ എഴുതിയ ഓക്കെ. അപ്പൊ വരിയിലൊന്നും മാറ്റം വരില്ല. അപ്പൊ 250നെ 2 കൊണ്ട് കുടിച്ചോ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? നമുക്ക് 500 ഇൻറ്റു 2 ഇൻറ്റു 3. ഈ 2ൽ 500 കിട്ടും. ഓക്കെ. പിന്നെ 500 ഇൻറ്റു 2 അത് നമുക്ക് എത്ര കിട്ടും? നമുക്ക് 1000 ഇൻറ്റു 3. 1000 ഇൻറ്റു 3 നമുക്ക് ഈസിയായി എത്ര കിട്ടി? നമുക്ക് 3000 കിട്ടി. അപ്പോൾ നമ്മളൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് മാത്തമാറ്റിക്സ് ചെയ്യുന്ന കുട്ടിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ രീതിയിലെ കണക്ക്. നമ്മുടെ വാർഷിക പരീക്ഷയ്ക്ക് ആനുവൽ എക്സാമിനേഷന് ഷുവർ ആയിട്ട് വരുന്ന മോഡലാണ് ഇത്. അപ്പൊ ഇതിൽ പറഞ്ഞ ഫാക്ടറുകൾ ഏതെല്ലാം ഉള്ളത് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ നല്ലത്. ഓക്കെ, ഈസി ആണല്ലോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിക്കൊക്കെ പറഞ്ഞത് എന്താ പൊതു പ്രത്യേകത? ഒറ്റയും ഇരട്ടിയും വന്നു കഴിഞ്ഞാൽ ഇരട്ട നമ്പറിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫാക്ടറൈസ് ഘടകങ്ങൾ ആക്കിയിട്ട് എഴുതേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ചല്ലോ? ഓക്കെ ഓക്കെ. പിന്നെ അതിന് 2നെ കിട്ടുന്നുണ്ടെങ്കിൽ 2നെ നിർബന്ധമായിട്ട് ഘടകം ആക്കിയിട്ട് എഴുതണം. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിപ്പം ഗുണനമാണ് പറഞ്ഞത് അല്ലെ. ഇതേ ഫാക്ടർ ഉപയോഗിച്ചിട്ട് തന്നെ ഹരണം എങ്ങനെ പഠിക്കുന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്ക്. 180 ഹരിക്കണം 12, 180 ഡിവൈഡഡ് ബൈ 12, 288 ഡിവൈഡഡ് ബൈ 16, 258 ഹരിക്കണം 16. ഇവിടെ ഡിവിഷൻ ആണ് വരുന്നത്. നേരത്തെ ഇതിലെടുക്കാൻ മൾട്ടിപ്പിൾ ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ചാപ്റ്ററിന്റെ പേര് ഫാക്ടേഴ്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഫാക്ടേഴ്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഇനി ഫാക്ടേഴ്സ് ഇൻ ഡിവിഷൻ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും കൂടെ കഴിഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. ഘടകങ്ങൾ ഗുണനത്തിൽ പറഞ്ഞു കഴിഞ്ഞു, ഗുണിക്കുമ്പോ പറഞ്ഞു കഴിഞ്ഞു, 2നെ കൊണ്ടോ ഇതൊക്കെ പറഞ്ഞല്ലോ. ഇനി ഹരണത്തിന്റെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഹരിക്കുമ്പോ പറയുമ്പോൾ ഈസിയാണ്. ആരെയാണ് ഫാക്ടറൈസ് ചെയ്യേണ്ടത്? എളുപ്പമാണ്. എന്താ കാരണം? ഇതില് ചെറിയ നമ്പറിനെയാണ് ഫാക്ടറൈസ് ചെയ്യേണ്ടത്. എപ്പോഴും ഓർമ്മിച്ചു വെച്ചോ. ഹരിക്കുന്ന സമയത്ത് ഈ മോഡൽ ചെയ്യാൻ ഈ ചെറിയ നമ്പറിനെയാണ് ഘടകമാക്കിയിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കണ്ടോ നിങ്ങള് 180 ഹരിക്കണം 12. 12നെ നമുക്ക് എങ്ങനെ ഘടകമാക്കാം? 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഏതെല്ലാം ഗുണിക്കുമ്പോൾ കിട്ടുന്നതാ? 2 ഇൻറ്റു 6. കറക്റ്റ് അല്ലേ? ഇനി 6നെ വീണ്ടും ചെയ്യാലോ. 2 ഇൻറ്റു 6നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3. കറക്റ്റ് അല്ലേ? ശ്രദ്ധിച്ചാൽ ഇതിനെ വീണ്ടും ചെയ്തൂടെ? ഇരട്ട നമ്പർ അല്ലേ? വീണ്ടും ചെയ്യാം. അപ്പൊ 2 ഇൻറ്റു 2 ഇൻറ്റു 3 അതാണ് ആര്? 12. അപ്പൊ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 2 കൊണ്ട് ആദ്യം ചെയ്യുക, പിന്നെ 2 കൊണ്ട് ചെയ്യുക, പിന്നെ 3 കൊണ്ട് ചെയ്യുക. നോക്കാം. നമുക്ക് ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനുശേഷം വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനുശേഷം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഈ രീതി ഗുണിക്കലാണെങ്കിലും ഡിവൈഡ് ചെയ്യുമ്പോൾ ഗുണിക്കുകയാണെങ്കിൽ ആദ്യം 2 കൊണ്ട് ഗുണിക്കും, വീണ്ടും 2 ഇരട്ടി ഇരട്ടി എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. പക്ഷെ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക പറഞ്ഞാൽ കുട്ടികളെല്ലാം ഒന്ന് മനസ്സിലാക്കുക. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക പറഞ്ഞാല് നമ്മൾ എഴുതുന്ന ഉത്തരം 3 ആണ്. അതിന്റെ അർത്ഥം എന്താ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം ഹാഫ് ഓഫ് എന്നാണ്. ഹാഫ് ഓഫ് എന്ന് പറഞ്ഞാൽ പകുതി എന്നാണ് അർത്ഥം. പകുതി. 6 ഹരിക്കണം 2 എന്ന് പറഞ്ഞ അർത്ഥം 6ന്റെ പകുതി എത്ര? 3. 6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ അർത്ഥം ഹാഫ് ഓഫ് 6, 6ന്റെ പകുതി. മനസ്സിലായില്ലേ? അപ്പൊ അത് ഓർമ്മിച്ച് വെക്കണേ. ഇൻറ്റു 2 എന്ന് പറഞ്ഞാല് ഗുണിക്കണം 2 എന്ന് പറഞ്ഞാല് ഇരട്ടി, ഡബിള് എന്നതുപോലെ ഈ ഡിവൈഡഡ് ബൈ 2 ഇവിടെ എഴുതി വെച്ച് തരാം മനസ്സിലാവാൻ. ഇൻറ്റു 2 എന്ന് പറഞ്ഞാല് ഡബിള്. ഡബിളിന്റെ മലയാളത്തില് ഇരട്ടി. ഓക്കെ. ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാല് ഹാഫ് ആണ് കാണേണ്ടത്. ഹാഫിന്റെ മലയാളം പകുതി. തെറ്റിക്കൂലല്ലോ? ഇതാ ഇത് ഞാനൊരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ.
അപ്പൊ നമുക്ക് എല്ലാവർക്കും ആവശ്യം വരും. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ പ്രോബ്ലം 150 ഹരിക്കണം 12. അപ്പൊ അത് നമുക്ക് എങ്ങനെ കിട്ടും നോക്കാം. ശ്രദ്ധിക്കണേ, ഓരോ പറയുന്ന പോയിന്റ് കൃത്യം ശ്രദ്ധിക്കണം. 180 ആദ്യം 2 കൊണ്ട് ഹരിക്കുക. 12 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്, അതിനാദ്യം 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ 180 ഹരിക്കണം 2. 180 ഹരിക്കണം 2 പറഞ്ഞത് അർത്ഥം നേരെ പകുതി. അതെത്ര വരിക? 90. ഇനിയോ അപ്പൊ ഒരു 2ന്റെ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഈ 90 ഡിവൈഡഡ് ബൈ 2. ഇവിടെ വീണ്ടും 2 ഉണ്ടല്ലോ. 90 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 45 കിട്ടും. 90ന്റെ പകുതി 45. ഇനി എന്ത് ചെയ്യണം? 45 നമ്മൾ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 45 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് 15 കിട്ടുക. 15 കിട്ടുക. ആ 15 കിട്ടാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് ഞാൻ വേറൊരു വഴിയും കൂടെ പറഞ്ഞുതരാം. 45 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണമായി ചെയ്യാം. കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യും? കിട്ടാത്ത കുട്ടികൾ 45 എന്ന് എഴുതിയിട്ട് ഇവിടെ എത്ര എഴുതും? 3. ഇവിടെ 10 എഴുതും. 3 10 30 കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 15. അപ്പൊ 3നെ 5 കൊണ്ട് ഗുണിച്ചാലല്ലേ 15 കിട്ടുക? 15. അപ്പൊ ഇവിടെ 0. കറക്റ്റ് അല്ലേ? കറക്റ്റ്. അപ്പൊ 10 5 എത്ര കിട്ടും? നമുക്ക് ഉത്തരം 15. അപ്പൊ നമ്മൾക്ക് കിട്ടും 45നെ 3 കൊണ്ട് ഹരിച്ചാല് 15 എന്നുള്ള ഉത്തരം കിട്ടി. ഓക്കെ. ഇനി ഇങ്ങനെ ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടെ ആലോചിച്ചിട്ട് ഒരു എളുപ്പ വഴിയും കൂടെ കുട്ടി ചെയ്യുക. ഇപ്പൊ നോക്കി. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടുക? 150 ഹരിക്കണം 12 അല്ലേ പറഞ്ഞത് അല്ലേ? 12 പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 150നെ 3 × 4 എന്ന് എഴുതാം. 3നെ നമുക്ക് 60 എന്ന് ഇട്ടിട്ട് പിന്നെ അതിന്റെ പകുതിയാക്കിയിട്ട് എഴുതാം. അതായത് വേറൊരു വഴി പറയട്ടെ. ഓക്കെ. വേറൊരു കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് വെച്ചോ. നോക്ക്. 180നെ ഈ 3 12നെ എങ്ങനെ എഴുതുന്നു? 12നെ 3 × 4 എന്ന് എഴുതുന്നു. ഓക്കെ. 3 × 4. അപ്പൊ ആരെ കൊണ്ട് ഹരിക്കും? ആദ്യം 3 കൊണ്ട് ഹരിക്കും. പിന്നെ ആരെ കൊണ്ട് ഹരിക്കും? 4 കൊണ്ട് ഹരിക്കും. അപ്പൊ 180നെ എത്ര കൊണ്ട് ഹരിക്കാം? 3. 18നെ 3 കൊണ്ട് ഹരിക്കാൻ നമുക്ക് ആവുമല്ലോ. 18നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 6 കിട്ടും. അപ്പൊ ഈ ഉത്തരം എത്ര വരും? 60. 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6. അപ്പൊ 60. ഇനി 60നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 × 2. അപ്പൊ ആദ്യം 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പിന്നെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 60നെ ആദ്യം ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട്. നമുക്ക് എത്ര ഉത്തരം കിട്ടും? 60 2 ഒഴിച്ചാൽ 30 എന്ന് കിട്ടും. 60ന്റെ പകുതിയല്ലേ 30. ആ 30നെ വീണ്ടും ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട്. അപ്പൊ ഉത്തരം എത്ര കിട്ടി? 15 എന്ന് കിട്ടി. അതായത് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ പല രീതികളിലും നമുക്ക് ആ പ്രോബ്ലം ചെയ്യിച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. നിങ്ങൾക്ക് ഏതാണ് ഇതിൽ എളുപ്പം ആ രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 288 ഹരിക്കണം 16 എന്നാണ്. അപ്പൊ ആരെയാണ് ചെയ്യേണ്ടത്? ഘടകാക്കേണ്ടത് ഫാക്ടർ 16. 16നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 8. 8നെ എങ്ങനെ എഴുതാം? 2 × 8നെ 2 2 2. അപ്പൊ പഠിച്ചു നോക്കാന്ന് പറഞ്ഞിട്ടില്ലേ? 8നെ എങ്ങനെയാ എഴുതിയത് ഞാനിപ്പം? 2 2 2. ഓക്കെ. അപ്പൊ എത്ര വട്ടം ഹരിക്കണം? ആദ്യം ഈ 2നെ ഹരിക്കണം, പിന്നെ ഈ 2നെ ഡിവൈഡ് ചെയ്യണം, പിന്നെ ഈ 2നെ ഡിവൈഡ് ചെയ്യണം, പിന്നെ ഈ 2നെ ഡിവൈഡ് ചെയ്യണം. ആ ഗുണിച്ച് കിട്ടിയതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും ഗുണിക്കണം. അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ 288നെ ആദ്യം എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 144. സംശയമുണ്ടാ? 288ന്റെ പകുതി 200ന്റെ പകുതി 100, 88ന്റെ പകുതി 44. 288 144. ഓക്കെ. അപ്പൊ ഇനി അത് ഒരു 2 കഴിഞ്ഞു. രണ്ടാമത്തെ 2നെ ചെയ്യണം. അപ്പൊ 144നെ വീണ്ടും ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? രണ്ടാമത്തെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടാമത്തെ 2 കൊണ്ട്. അപ്പൊ 144നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 140ന്റെ പകുതി 70 ആണ്. 4ന്റെ പകുതി 2. അപ്പൊ നമുക്ക് 74
2. ആ 72 വീണ്ടും അവിടെ ഉണ്ട് 2. അപ്പൊ പകുതി എടുക്കേ വേണ്ടു, പകുതി. അപ്പൊ അത് എത്ര കിട്ടും? 36. വീണ്ടും ഒരു 2 ഉണ്ട്. അപ്പൊ ഉത്തരം എത്ര കിട്ടും? 18. മനസ്സിലായില്ലേ? ദാ 1 2 2 2 3 2 4 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക പറഞ്ഞാൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ഹാഫ്, പകുതി കാണുക. അപ്പൊ 288ന്റെ പകുതി കണ്ടു 144, അതിന്റെ പകുതി 72, അതിന്റെ പകുതി 36, അതിന്റെ പകുതി 18. അപ്പൊ നോക്കിയാൽ 4 2 ഇവിടെ വന്നില്ലേ? വന്നു. അപ്പൊ നമ്മളുടെ ആൻസറുമായി. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് 132ാമത്തെ പേജിലത്തെ ചില ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, 132 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 90 ഹരിക്കണം 15, 90 ഡിവൈഡഡ് ബൈ 15. അപ്പൊ ആരെയാണ് ഫാക്ടർ ആക്കേണ്ടത്? 15നെയാണ് ഫാക്ടർ ആക്കേണ്ടത്. 15 നമുക്ക് എങ്ങനെ ഫാക്ടർ ആക്കാം? 15 സമം 3 ഇൻറ്റു 5. അപ്പൊ നമ്മൾ ആദ്യം ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡിവൈഡഡ് ബൈ 3, പിന്നെ ഡിവൈഡഡ് ബൈ 5. അപ്പൊ 90 ആദ്യം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 90 3 കൊണ്ട് ഹരിക്കാനാവുമല്ലോ. 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് അറിയില്ലേ? 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 3 3 9 ആണല്ലോ. ഓക്കെ, അപ്പൊ 90 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30 അത് കിട്ടി. പിന്നെ ആരെ ചെയ്യണം? പിന്നെ 5ന. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 5. 30നെ 5 കൊണ്ട് പറഞ്ഞാൽ എത്ര 5 ആണ്? എത്ര 5ന്റെ ടേബിൾ ഇങ്ങനെ ചൊല്ലിയാൽ മതി. അപ്പൊ 6 5 ആണ് 30. അപ്പൊ ഇത് ഉത്തരം എത്ര കിട്ടും? ഉത്തരം 6. അതിന്റെ കാരണം എന്താ? 30 എന്ന് പറഞ്ഞാല് 5 ഇൻറ്റു 6 ആണ്. ഓക്കെ, ആ ടേബിൾ ഒന്ന് കൃത്യം പഠിച്ചു വെച്ചാൽ ഇത് ഈസി ആയിട്ട് വരും. അപ്പൊ ഇതിന്റെ ആൻസർ 6. ആൻസർ 6. ഒന്നാമത്തത് കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 900 ഡിവൈഡഡ് ബൈ 18 ആണ്. 900 ഡിവൈഡ് ബൈ 8 ആണ്. 18 ആണ്. 18നെ നമുക്ക് എങ്ങനെ എഴുതാം? 18നെ നമുക്ക് 9 ഇൻറ്റു 2 എന്ന് എഴുതാം. 9 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പൊ നോക്കിയാൽ ഇവിടെ തന്നെ 900 ഉണ്ട്. അപ്പൊ 9നെ ഇനി സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിനർത്ഥം ഡിവൈഡഡ് ബൈ 9 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ എളുപ്പത്തിന് കിട്ടിയോണ്ടാണ് ഞാൻ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താ? 900നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇഷ്ടമില്ലാതെ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അതിനെ കൊണ്ട് നമുക്ക് ചെയ്യാം. 900നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 100. എന്താ കാരണം? 9 ഇൻറ്റു 100 ആണ്. എത്ര? 900 അല്ലെ? 9നെ 100 കൊണ്ട് കുടിക്കുമ്പോ 900 കിട്ടുക. അപ്പൊ 900നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടി? 100. ഇനി അപ്പൊ 9നെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി 2നെ കൊണ്ടല്ലേ ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 100നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 2 കൊണ്ട്. 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 100ന്റെ പകുതി. ആ ഉത്തരം എത്ര കിട്ടി? 50. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ കിട്ടിയില്ലേ? ഇനി 2 കൊണ്ടാണ് നിങ്ങൾ ആദ്യം ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഈ 900നെ 2 കൊണ്ടാണ് ആദ്യം ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 450 കിട്ടും. ആ 450നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അന്നൊരു ആൻസർ കിട്ടും. 5 9 45 അല്ലേ വരിക. അപ്പോഴും നമുക്ക് 50 കിട്ടും കേട്ടാ. അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. 160 ഹരിക്കണം 32. 32നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? സിമ്പിൾ ആണിത്. 32നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റല്? ഇരട്ടി നമ്പർ എഴുതിക്കൂടെ? 2 ഇൻറ്റു 16. ഇനി 2 ഇൻറ്റു 16 എന്ന് എഴുതുന്നില്ല. ഒരു കുട്ടി 4 ഇൻറ്റു 8 എന്ന് എഴുതുന്നത്, എന്നാലും കുഴപ്പമില്ല. ഇനി 2 ഇൻറ്റു 16 എഴുതണമെന്നൊന്നുമില്ല. 4 ഇൻറ്റു 8 എന്ന് എഴുതിയാലും മതി. പക്ഷേ 4 ഇൻറ്റു 8 എന്താ കുട്ടി അങ്ങനെ എഴുതേണ്ട കാരണം? കുട്ടിക്കറിയാം 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ കുട്ടിക്ക് അങ്ങനെ ചെയ്തൂടെ? ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ ഇതിനെ ഇതുകൊണ്ട് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ പിരിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? നമുക്ക് നോക്ക്, 160നെ ആദ്യം ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആരെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം? 4നെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 160നെ 4, കാരണം 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം. 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര? 4. അപ്പൊ ആൻസർ 40 എന്ന് കിട്ടുമല്ലോ. 4 40 അല്ലേ 160. ഓക്കെ, 40 എന്ന് കിട്ടി. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ഈ 40നെ ഇനി ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 8 കൊണ്ട്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര 8 ആണ്? 40 നമുക്കറിയാം. 5 8 40. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടി? 5. എന്താ കാരണം? ഇതിന്റെ കാരണം 5 ഇൻറ്റു 8 40 ആയതുകൊണ്ട്
ഇതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാലോ, 16 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുക? 4 കിട്ടുക. ഓക്കെ, കാരണം 4 4 16 ആണ്. 4 4 16 ആണ്. അല്ലെങ്കിൽ 4 × 40 160 ആണ്. ഡൗട്ട് ഉണ്ടാവില്ലേ? അപ്പൊ ഇങ്ങനെ തന്നെ ഫുള്ള് 2 2 ഇട്ടിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ, ഇതിനെ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന നമ്പർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരിട്ട് അതിൽ നിന്ന് ഹരിച്ചിട്ട് ചെയ്യാം. ഇനി 16 8 കൊണ്ട് ഹരിച്ചിട്ടും ആദ്യം ചെയ്യാം. ആദ്യം 8 കൊണ്ടും പിന്നെ രണ്ടാമത് 4 കൊണ്ട് ഹരിച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി 168 ഹരിക്കണം 24 ആണ്. 24 നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? നോക്കിയാൽ 24 അതിനെങ്ങനെ എഴുതാം നമുക്ക്? 24 സമം 8 × 3. 8 3 24. ഓക്കെ, 8 × 3. അപ്പൊ ഇനി നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 8നെ എങ്ങനെ എഴുതാം നിങ്ങൾക്ക്? 24 സമം എങ്ങനെ എഴുതാം? 24 സമം 8 നമുക്കറിയാലോ, 2 2 2 2 2 2 × 3. 2 × 2 × 2 × 3. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്മള് ഇത് ഞാനൊന്ന് മായ്ച്ചോട്ടെ, ഇതിവിടെ മായ്ക്കാം, ഇത് എഴുതിയതല്ലേ. ഓക്കെ, അപ്പൊ 2 × 2 × 2 × 3. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 168 ഡിവൈഡഡ് ബൈ 2. നമുക്ക് 168ന്റെ പകുതി എത്ര? 168ന്റെ പകുതി 84. പിന്നെ 84നെ വീണ്ടും എത്ര കൊണ്ട്? 2 കൊണ്ട്. ഇവിടെ 3 2 ഉണ്ട്. അപ്പൊ 3 തവണ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 84ന്റെ പകുതി എത്ര? 42. ഇനി വീണ്ടും 42നെ 2 കൊണ്ട്. അപ്പൊ അതിന്റെ പകുതി എത്ര? 21. കറക്റ്റ്, 21. അത് കഴിഞ്ഞു. ഇനിയിപ്പോ ലാസ്റ്റ് ആയി 21നെ ആരെ കൊണ്ട് ചെയ്താൽ മതി? 3 കൊണ്ട്. നമുക്ക് എത്ര കിട്ടും? 7. കാരണം എന്താ? 7 3 ആണ് 21. 7 × 3 ആണ് 21. ഓക്കെ, അപ്പൊ ആൻസർ ഇതാ 7 × 3 ആണ് എത്ര? 21. അപ്പൊ 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 7 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടി. വേറൊരു തരത്തിലും നിങ്ങൾക്ക് ചെയ്യാം. 4 × 6 എന്ന് എഴുതാം, പിന്നെ 4നെ 2 × 2 എന്ന് എഴുതാം, 6നെ 2 × 3 എന്ന് എഴുതാം. അപ്പൊ അവസാനം ഇങ്ങനെ തന്നെ വരും. ഓക്കെ, ശരി. ഇനി അതിലത്തെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. 210 ഹരിക്കണം 42. ഈ 42 210 എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ആദ്യം 42ന നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 6 × 7 എഴുതിക്കൂടെ? 6 × 7 എഴുതാലോ? 42. അങ്ങനെ എഴുതുമ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തോ? 21 ഉണ്ട് ഇടാ, 7 ഉണ്ട് ഇടാ. അപ്പൊ ഇതിനെ നേരിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? അപ്പൊ എളുപ്പമായില്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ചെയ്യാ. 210 ഡിവൈഡഡ് ബൈ 7 ആദ്യം എഴുതാം. നമുക്ക് ഉത്തരം 30. എന്താ കാരണം? നിങ്ങൾക്കറിയാം 3 × 7 ആണ് 21. അപ്പൊ 210നെ ഞാൻ 7 കൊണ്ടാണ് ആദ്യം ഡിവൈഡ് ചെയ്തത്. ഓക്കെ, 30 കിട്ടി. ഇനി ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 30നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 30ൽ എത്ര 6 ഉണ്ട് നോക്കിയാൽ? 6ന്റെ ടേബിൾ പറഞ്ഞു നോക്കിയാൽ അപ്പൊ 5 6 13 കിട്ടും. 5 6 30. അപ്പൊ ഉത്തരം എത്ര കിട്ടും? 5. അപ്പൊ ആൻസർ എന്താ? കാരണം 5 × 6 എന്ന് പറഞ്ഞാൽ നമുക്ക് 30 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, ഇനി അങ്ങനെയല്ല, ഒരു കുട്ടി വേറൊരു രീതിയും ചെയ്യാം. 42ന് പകരം ഒരു കുട്ടി എഴുതുകയാണ് 2 × 21. അപ്പം കുട്ടിക്ക് പെട്ടെന്ന് ക്ലിക്കായി. എന്താ? 210നെ ആരെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യാം? 21 കൊണ്ട് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? ഉത്തരം 10 കിട്ടും. ആ 10നെ പിന്നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 2 കൊണ്ട്. അപ്പൊ ഉത്തരം എത്ര കിട്ടി? 5. അപ്പൊ ഉത്തരം 5. നേരത്തെ 5 അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലൊക്കെ മാത്തമാറ്റിക്സ് ചെയ്യാം. അല്ലാണ്ട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഇന്ന രീതിയിൽ മാത്രം ചെയ്യണമെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് കുട്ടികൾ വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഒരു രീതി കിട്ടുന്നില്ലെങ്കിൽ വേറൊരു രീതിയിൽ മാറ്റി എഴുതിയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ,
ശരി, ഇനി നമുക്ക് ചെറിയ ഒരു ഭാഗം കൂടിയുണ്ട്. നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതിനെ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. നോക്കൂ കുട്ടികളെ, ഇതിന്റെ പൊതു ഘടകം എന്ന് പറയുന്ന കാര്യമാണ് ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, നോക്ക്. ഇപ്പൊ 168 24, 90 15 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 90 15 കൊണ്ട് ഞാൻ ഈ എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. 90 നമ്മൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ പഠിച്ചതേ ഉള്ളൂ, ഇനി പുതുതായി പഠിക്കാനൊന്നുമില്ല, പഠിച്ചത് വെച്ച് മാത്രമേ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ നമുക്കിപ്പോ അവസാനിക്കാൻ പോവാണ്. 90 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 15 നിങ്ങൾ 3 × 5 എന്ന് എഴുതും. ഇവിടെ നോക്കൂ, നിങ്ങൾ 90 നിങ്ങൾ ആദ്യം 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? 90ന്റെ ഒരു ഫാക്ടർ ആണ് 3 നിങ്ങൾക്ക് കിട്ടി. 30 നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? 30ന്റെ ഒരു ഫാക്ടർ ആണ് 5 അല്ലേ? അപ്പോ ഈ 3ഉം 5ഉം ആരുടെ ഫാക്ടർ തന്നെയാണ്? 90ന്റെയും കൂടെ ഫാക്ടർ ആണ്. അപ്പൊ ഈ 15ന്റെ ഫാക്ടർ തന്നെ 90ന്റെയും ഫാക്ടർ ആയിട്ട് വരുന്നുണ്ടാവുമ്പോ നമ്മൾക്കിതാ നോക്കിക്കോളൂ കുട്ടികളെ, ശ്രദ്ധിച്ചോ. ഈ പറഞ്ഞ കണക്കിൽ ഞാൻ പറഞ്ഞുതരാം. 3ഉം 5ഉം ഘടകം എന്നല്ലേ പറഞ്ഞത്? നമുക്ക് 90നെ നമുക്ക് എങ്ങനെ എഴുതാം? നോക്ക്, 15നെ 3 × 5 എഴുതിയതുപോലെ 90നെ നമുക്ക് എന്തെഴുതാം? 3 × 5 × 6. നോക്ക്, 3 × 5 × 6. ഈ 6 അതിന്റെ ഉത്തരായിരുന്നു. 3ഉം 5ഉം എന്ന് പറഞ്ഞാൽ ആദ്യം 90നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ ആ കിട്ടിയ ഉത്തരത്തിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈ 3ഉം 5ഉം ആരുടെയിലുണ്ട്? 15ന്റെ ഘടകത്തില് 3ഉം 5ഉം വരുന്നുണ്ട്. 90ന്റെ ഫാക്ടർ ഘടകത്തില് 3ഉം 5ഉം വരുന്നുണ്ട്. അപ്പൊ രണ്ടെണ്ണത്തിലും വരുന്ന ഘടകങ്ങളെ ഫാക്ടേഴ്സിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാല് ബാക്കി വരുന്നതാണ് ഇതിനെ കൊണ്ട് ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള ആൻസർ. അതായത് രണ്ടിലും വരുന്ന കോമൺ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പൊ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് നമ്പറിലും വരുന്ന പൊതുവായിട്ടുള്ള നമ്പേഴ്സ് വിച്ച് ആർ കോമൺ ടു ബോത്ത് നമ്പേഴ്സ്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന 90ന്റെയും 15ന്റെയും കോമൺ ഫാക്ടേഴ്സ് ഏതാ വരിക? കോമൺ ഫാക്ടർ ഒരു വാക്കാണ് കോമൺ ഫാക്ടർ. കോമൺ എന്ന് പറയുന്നതിന് വ്യത്യാസം, അതിന്റെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പൊതു ഘടകം എന്ന് പറഞ്ഞാല് രണ്ട് നമ്പർ പറഞ്ഞാല് ആ രണ്ട് നമ്പറിലും ഘടകമായിട്ട് വരണം. 15നും ആ ഫാക്ടർ ഉണ്ടാവണം, 90നും ആ ഫാക്ടർ ഉണ്ടാവണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മള് പൊതുഘടകം അല്ലെങ്കിൽ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ആ കോമൺ ഫാക്ടറിനെ നമ്മൾ ഒഴിവാക്കി കളയുമ്പോഴാണ് ഏറ്റവും അവസാനം ബാക്കി വരുന്നത് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. വലിയ നമ്പറിൽ ബാക്കി വരുന്ന ഒരു നമ്പർ ഉണ്ടാവും, ആ ബാക്കി വരുന്ന നമ്പറാണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നോക്ക കുട്ടികൾ നോക്ക. 60 ഡിവൈഡഡ് ബൈ 12 വിചാരിച്ചു. 60 ഡിവൈഡഡ് ബൈ 12. 12ന്റെ ഘടകങ്ങൾ ഏതല്ല? 12ന്റെ ഘടകങ്ങൾ നമുക്കറിയാം. 12 സമം 3 × 4 ആണ്. കറക്റ്റ് അല്ലേ? 12 സമം 3 × 4 അല്ലെങ്കിൽ 2 × 2 × 3 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ഞാൻ എളുപ്പത്തിൽ പറയാം. 3 × 4 എഴുതി. അപ്പൊ എനിക്ക് 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഉത്തരം 20 കിട്ടും. 6 3 2 20 കിട്ടി കേട്ടോ. 60ൽ അപ്പൊ 3 വന്നില്ലേ? ഈ 3 ഇതിന്റെ കറക്റ്റ് ആയിട്ട് വന്നു. ഇനി ആ കിട്ടിയ ഉത്തരത്തിന് നമുക്ക് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഉത്തരം എത്ര കിട്ടി? നമുക്ക് 5 കിട്ടി. അതിന്റെ അർത്ഥം എന്താ? 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 60നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വലിയ 60നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 60ന്റെ ഘടകങ്ങൾ ഏതെല്ലാം നോക്കിയാൽ ആ ഡിവൈഡ് ചെയ്യുന്ന നമ്പറുകളെല്ലാമാണ് 60ന്റെ ഘടകങ്ങൾ. അപ്പൊ 20ന്റെ ഘടകം 4 സമ്മതിച്ചു. ഈ 20ന്റെ ഘടകം തന്നെ 60ന്റെ ഘടകവുമാണ്. ഓക്കെ, അപ്പൊ ഈ വലിയ നമ്പറിന്റെ ഘടകങ്ങൾ ഏതെന്ന് ചോദിച്ചാല് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുമ്പോ എന്തൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഇതിന്റെ ഘടകങ്ങളാണ്. അപ്പൊ 60ന്റെ ഫാക്ടേഴ്സ് ഏതെല്ലാം വരും? ഫാക്ടേഴ്സ് ഓഫ് 60. അതായത് മലയാളത്തില്
60ന്റെ ഘടകങ്ങൾ, 60ന്റെ ഘടകങ്ങൾ ഏതെല്ലാം വരും ഇവിടെ? ഇപ്പം 3, 4. അതെങ്ങനെ മനസ്സിലാക്കാൻ എളുപ്പ വഴി, ഈ രണ്ടെണ്ണത്തിനെയും ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് രണ്ടും ഇതിന്റെ ഘടകമാണ്. 3നെ കൊണ്ടുപോയി, 4നെ കൊണ്ടുപോയി. ഈ ശ്രദ്ധിക്കണം കുട്ടികളെ, 20നെ അല്ലേ സാർ 4 കൊണ്ട് ചെയ്തത്, 60നെ അല്ലല്ലോ സാർ, പിന്നെ എങ്ങനെയാണ് സാർ 60ന്റെ ആവുന്നെന്ന് ഡൗട്ട് വരാൻ പാടില്ല. കാരണം ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത നമ്പറാണ് ഇത്. അപ്പൊ ഇതിന്റെ ബന്ധു തന്നെയാണ് ഇത്. ആ ബന്ധുവിനെയാണ് ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബന്ധു തന്നെയല്ലേ ഇത്. അപ്പൊ ഇതിനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ആൾക്ക് ഒരു അടി കിട്ടിയാല് ഇയാൾക്ക് ഒരു തല്ല് കിട്ടിയെന്ന് വിചാരിച്ചോ, അപ്പൊ 20നും സങ്കടം വരും, 60നും സങ്കടം വരില്ലേ? രണ്ടാൾക്കും സങ്കടം വരും. കാരണം എന്താ? 60ന്റെ ബന്ധുവാണ് 20, 20ന്റെ ബന്ധുവാണ് ഈ 4 ആയിട്ടുണ്ടായി. അപ്പൊ രണ്ടാൾക്കും വിഷമം വരും. അതുകൊണ്ട് 60ന്റെ ഘടകവും കൂടിയാണ് 4. അപ്പൊ 3, 4 ഇതിന്റെ ഘടകം കിട്ടും. 12ന്റെ ഘടകം ഏതെല്ലാം വരല്? 3, 4. അപ്പൊ എന്താണ് ഉത്തരം വരല്? 60നെ നമുക്ക് എങ്ങനെ എഴുതാം? ശരിക്ക് 60നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയോ? ഈ നമ്പർ കൊണ്ട്, അതായത് 3, 4 ഇൻറ്റു അവസാനത്തെ ആൻസർ കൊണ്ട് 60. 15ൽ ആരെല്ലാം ഉണ്ടാവുക? 3ഉം 4ഉം. ഈ 3ഉം 4ഉം ഇതിലും ഉണ്ട്, 3ഉം 4ഉം ഇതിലും ഉണ്ട്. അപ്പൊ രണ്ടിലും വരുന്നത് ഒഴിച്ചിട്ട് വലിയ നമ്പറിന്റെ ഘടകത്തിൽ വരുന്നത് ആരാ? 5. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാ? ഇതിനെ കൊണ്ട് ഇത് ഡിവൈഡ് ചെയ്താല് കോമൺ ആയിട്ടുള്ളത് അങ്ങ് ഒഴിവാക്കി ബാക്കിയുള്ളത് അതിന്റെ ആൻസർ വരും. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൂടെ നമുക്ക് ചെയ്തിട്ട് ചാപ്റ്റർ കൂടെ അവസാനിപ്പിക്കാം. ഓക്കെ, പേജ് നമ്പർ 134 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള ഷോർട്ട് നോട്ടായിട്ട് ഞാൻ ഹിന്ദി കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് തന്നെ പറയാം. ക്വസ്റ്റ്യൻ 600 ഡിവൈഡഡ് ബൈ 150 ആണ്. അപ്പൊ 150നെ നമ്മൾ 10 × 15 എഴുതാലോ. 10, 15, 150 അല്ലേ? അപ്പൊ 600നെ ആദ്യം എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 600നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അറിയാലോ, 0, 0 പോയാൽ മതി. 10 കൊണ്ട് ഡിവൈഡ്. പിന്നെ ആ 60നെ പിന്നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമുക്ക് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 60നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 15നെ നമുക്ക് എങ്ങനെ എഴുതാം? 15 എന്ന് പറഞ്ഞാല് 3 × 5 ആണ്. അപ്പൊ 60നെ ആരെ കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഉത്തരം 20 കിട്ടും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 കിട്ടും. ആ 20നെ പിന്നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അതായത് 10 × 15 ആണ്. അപ്പൊ 10ന് നമുക്കായി, 15ന് നമുക്ക് എങ്ങനെ എഴുതാം? 3 × 5 എന്ന് എഴുതാം. അപ്പൊ 10 കൊണ്ട് ആദ്യം ഹരിക്കണം, പിന്നെ 3 കൊണ്ട് ഹരിക്കണം, പിന്നെ 5 കൊണ്ട് ഹരിക്കണം. ആ രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതി വെച്ചത്. അപ്പൊ ആൻസർ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അപ്പൊ കോമൺ ഫാക്ടേഴ്സ് ആര് ചോദിച്ചാൽ ആരെല്ലാ വരിക? നമുക്ക് നിങ്ങൾ ആദ്യം ചെയ്ത ആരെയാ? 10 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്തു, പിന്നെ നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈ 60 ഡിവൈഡഡ് ബൈ 15 നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിന് ഞാൻ ഒഴിവാക്കാം. ഇപ്പൊ പ്രശ്നമില്ലല്ലോ. 10 ഇതാ 10 × 15 എഴുതി, 10 × 3 × 5 എന്ന് എഴുതി. 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇതിന്റെ കോമൺ ഫാക്ടേഴ്സ് ആരെല്ലാം? പൊതു ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെല്ലാം വരിക? 10, 3, 5. ആൻസർ വരില്ലേ? 10, 3, 10, 3, 5 ആണ് എന്ത് വരില്ലേ? കോമൺ ഫാക്ടർ. CF ഞാൻ ചുരുക്കി എഴുതാം. മലയാളത്തില് പൊതു ഘടകം. ഓക്കാന്ന് എഴുതാം. ഓക്കെ, രണ്ടാമത്തത് 900 ഡിവൈഡഡ് ബൈ 150 ആണ്. 150നെ എങ്ങനെ എഴുതാം? 18 × 10 എന്ന് എഴുതാൻ പറ്റുമല്ലോ. 18നെ എങ്ങനെ എഴുതാം? 9 × 2 × 10 എന്ന് എഴുതാം. അപ്പൊ 900നെ ആദ്യം ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്തു? 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈസി അല്ലേ? നമുക്ക് ഉത്തരം 90 കിട്ടും. 900നെ 10 കൊണ്ട് 90. കാരണം 10 90 അല്ലേ 900 വരിക. ഓക്കെ, 90 × 10. അപ്പൊ 90. ആ 90നെ പിന്നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 90നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 10 കിട്ടും. പിന്നെ വീണ്ടും ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അപ്പൊ ഏത് തരത്തിലാണോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആ ക്രമത്തിൽ നിങ്ങൾക്ക് ആ എഴുതിയതിന് നിങ്ങൾക്ക് ഈ 10ന്റെ കാരണം എന്താ? 2 സ്ഥലത്ത് 0 അവസാനം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ തരത്തിൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവും. ഇനി 225 ഡിവൈഡ് ബൈ 75. ഈ 75നെ കുട്ടികൾക്ക് 25 × 3. കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ആ 25ന്റെ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കണം. 25 എല്ലാം പഠിക്കണ്ട, അത്രയും പഠിക്കണ്ട. 25 × 3 75, പിന്നെ 25 × 4 100. ഇത്ര വരെ പഠിച്ചു വെക്കുന്നത് കുട്ടികൾക്ക് മിടുക്കരാവാൻ സഹായിക്കും.
അപ്പൊ 75 എന്ന് പറഞ്ഞാൽ എത്രയായി? 25 × 3. അപ്പൊ 225നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഉത്തരം 9 കിട്ടും. നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട. അതായത് 250നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 ആണല്ലോ. 250നെ ഡിവൈഡ് ചെയ്താൽ 10 ആണല്ലോ. അപ്പൊ അതിന് ഒരു 25 കുറച്ചു 225 ആക്കി. അപ്പൊ 225ന് എത്ര 25 ഉണ്ടാവും? 9 25 ഉണ്ടാവും. 250 10 ഉണ്ട്. അപ്പൊ 225ന് 9 ഉണ്ടാവും. അപ്പൊ ആ 9 കിട്ടി. ആ 25നെ ഡിവൈഡ് ചെയ്തു. ഓക്കെ. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ. 9 3 ഡിവൈഡ് എത്ര ആൻസർ കിട്ടി നമുക്ക്? 3. അപ്പൊ ഇതിന്റെ പൊതുഘടകം ചോദിച്ചാൽ ഏതല്ല? 25 3. ഇതാ 25 3 25 3. സിമ്പിൾ അല്ലേ? ഇനി അതിൽ വരുന്ന 420 ഹരിക്കണം 105 ആണ്. ഞാൻ ചോദ്യം ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതാം. 420 ഹരിക്കണം 105. അപ്പൊ 105നെ എങ്ങനെ എഴുതാം? 5 × 21. ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ 105നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. 105നെ 5 കൊണ്ട് ഹരിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. 5 ഹരിക്കാൻ അറിയാലോ. ഇവിടെ 10ന് പകരം 20 എഴുതുക. 5 20 എത്ര? 100. ബാക്കി എത്ര? 5. 5 5 1. അപ്പൊ 20 1 എത്ര കിട്ടും? 21 കിട്ടും നിങ്ങൾക്ക്. 5 അല്ലേ? അപ്പൊ ഇവിടെ 0 കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പൊ 21 കിട്ടും. അപ്പൊ 5 × 21 എഴുതാം. അല്ലെങ്കിൽ 5 20 100 ആണ്. അതിന്റെ കൂടെ ഒരു 5 കൂടാം. അപ്പൊ 5 എഴുതുന്ന കാരണം എന്താ? അവസാനം 5 വന്നതുകൊണ്ടാണ്. 5 × 21. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 420നെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്താ കാരണം? 21ന്റെ ഡബിൾ ആണ് 42. അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടി? 20 കിട്ടും. 2 21 അല്ലേ 42. 21ന്റെ നേരെ ഡബിൾ. അപ്പൊ 20 കിട്ടി. അപ്പൊ ആ 20നെ ഇനി ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 21നെ ഡിവൈഡ് ചെയ്തു. ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 20ന് 5 കൊണ്ട് ഡിവൈഡ് എത്ര? നമുക്ക് ഉത്തരം കിട്ടും 4 എന്ന് കിട്ടും. ഈ 21നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം. 21ഉം 21ഉം കൂട്ടിയാൽ 42 അല്ലേ വരുന്നത്. അതുകൊണ്ടാണ് 42ന് 21 2 എന്ന് എഴുതിയത് കേട്ടോ. അപ്പൊ 20 കിട്ടി. ആ 20നെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം ഇത് രണ്ടും ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ആൻസർ 4. ഓക്കെ. അപ്പൊ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പൊതുഘടകത്തിന്റെ രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റും. എത്ര എണ്ണത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇവിടെ കോമൺ ഫാക്ടർ പൊതുഘടകമായിട്ട് എഴുതാൻ പറഞ്ഞാൽ ഈ ഡിവൈഡ് ചെയ്യുന്നവരെയാണ് എഴുതി വെക്കേണ്ടത്. കുട്ടികൾക്ക് ഐഡിയ മനസ്സിലായല്ലോ? ഈ ഘടകമാക്കിയിട്ട് എഴുതുന്നവരെ. ഓക്കെ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. നമുക്ക് ഇനി ഒരു ചാപ്റ്ററും കൂടെ 5ാം ക്ലാസ്സിന്റെ പുതിയ ടെക്സ്റ്റ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതുകൂടി അപ്ലോഡ് ചെയ്യും. ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഇതിന്റെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഓക്കെ. നമുക്ക് വീണ്ടും കാണാം. ബൈ.